സ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ സ്ലേറ്റിൽ എന്തുണ്ടാവും, ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ബീഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എണ്ണാൻ പഠിക്കാൻ വേണ്ടിയിട്ട് 1, 2, 3 അങ്ങനെ ബീഡ്സ് കണ്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ലേറ്റ് ഒക്കെ ഉണ്ടാവും. ഒരു സൈഡ് എഴുതാനും ഒരു സൈഡ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് ബീഡ്സ് ഒക്കെ ആയിട്ട്. ആ ബീഡ്സിന്റെ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ റോഡിൽ എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാർട്ടിക്കിൾസ് ഓഫ് എ റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡി, ആ റിജിഡ് ബോഡി നമുക്കറിയാം ഒരു ഇഷ്ടം പോലെ ഒരു മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് അതിലുണ്ടാവും. ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എന്ത്? റിജിഡ് ബോഡി എന്നുള്ളത്. റിജിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റൽ പീസോ ഒരു കരിങ്കല്ലിന്റെ കഷ്ണം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിജിഡ് ബോഡിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അവ തമ്മിലുള്ള അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല? മാറില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ വെള്ളത്തിനകത്തുള്ള മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ റിജിഡ് ബോഡിയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പൊ അതൊക്കെയാണ് എന്തിന് ഉദാഹരണം? കൺസ്ട്രെയിന്റുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് കൺസ്ട്രെയിന്റുകളുടെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് കുറച്ച് വളരെ പോയിന്റ് വൈസ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പോയിന്റും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് അപ്പിയർ അറ്റ് ദി കോണ്ടാക്ട് സർഫസ്. കോൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് അപ്പിയേഴ്സ് അറ്റ് ദി കോണ്ടാക്ട് സർഫേസ്. രണ്ട് സർഫസുകളുടെ കോണ്ടാക്ട് ബേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കൺസ്ട്രെയിൻഡ് ഫോഴ്സ് വർക്ക് ചെയ്യുള്ളൂ. അടുത്തത്, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഡസ് നോട്ട് അലൗ ദ ബോഡി ടു ഡീവിയേറ്റ് ഫ്രം ദ പ്രിസ്ക്രൈബ്ഡ് പാത്ത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാത്തിനെ പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ബോഡിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഡസ് നോട്ട് അലൗ ദ ബോഡി ടു ഡീവിയേറ്റ് ഫ്രം ദ പ്രിസ്ക്രൈബ്ഡ് പാത്ത്. നമ്മൾ ട്രെയിനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ പാത്ത് എന്ന് പറയുന്നത് ആ റെയിൽ പാളത്തിൽ തന്നെ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒരു ബോഡിയെ അതിന്റെ പ്രിസ്ക്രൈബ്ഡ് പാത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരില്ല. നെക്സ്റ്റ്, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ കൺസ്ട്രെയിന്റ്. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസ് ഓഫ് കൺസ്ട്രെയിന്റിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസിന്, കൺസ്ട്രെയിന്റ് സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത പോയിന്റ്. വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഈസ് സീറോ. നമ്മളുടെ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആണ്. എന്താ കാരണം? ഫോഴ്സും വർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഡോട്ട് എസ് ആണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എഫ് എസ് കോസ് തീറ്റ. കോസ് തീറ്റ 90 ഡിഗ്രി, അതായത് സർഫസും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആവുമ്പോൾ കോസ് 90 സീറോ ആവും. സോ വർക്ക് എന്ന് പറയുന്നത് സീറോ. വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് ഈസ് സീറോ. കൺസ്ട്രെയിൻഡ് ഫോഴ്സും സർഫസും തമ്മിലുള്ള ആംഗിൾ അവർ പരസ്പരം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യത്തേന്ന് പറയുന്നത് അവർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. ആൻഡ് രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു പ്രിസ്ക്രൈബ് പാത്ത് വിട്ടിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? നമ്മളുടെ ബോഡിയെ മറ്റൊരു പാത്തിലേക്ക് കൺസ്ട്രെയിൻഡ് ഫോഴ്സ് പോകാൻ സമ്മതിക്കില്ല. മൂന്നാമത്തേന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസിന് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എക്സാമിന് വരികയാണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സിന്റെ വർക്ക് ഡൺ ഓപ്ഷൻ തരികയാണ് സീറോ, എന്തെങ്കിലും വാല്യൂ എഫ് ഡോട്ട് എസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് കണ്ണും അടച്ചെഴുതാം. എന്ത്? സീറോ. ഓക്കെ, ഒരു സെക്കൻഡ്.
ഓക്കെ, വർക്ക് ഡൺ ബൈ ദ കൺസ്ട്രെയിന്റ് ഫോഴ്സ് ഈസ് 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസ്ട്രെയിന്റ് ഫോഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺസ്ട്രെയിന്റ് ഫോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഏതൊക്കെ ടൈപ്പിലുള്ള കൺസ്ട്രെയിന്റ് ഫോഴ്സുകൾ ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ VHSCക്കും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ HSSTക്കും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ തന്നിട്ട് ഏത് കൺസ്ട്രെയിന്റ് മോഷൻ ആണ്, ഏത് കൺസ്ട്രെയിന്റ് ആണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോ വളരെ ക്ലിയർ ആയിട്ട് ഇത് കുറെ എക്സാമ്പിൾസും ഉണ്ട്, കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്കറിയാലോ ഓരോ മാർക്കും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രെയിൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒരു 8 ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. 8 ടൈപ്പിലുള്ള 8 കൺസ്ട്രെയിൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ്. 2 ടൈപ്പ്. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്. ഇനി ഹോളോനോമിക് കൺസ്ട്രെയിന്റ് എന്താണെന്ന് ആദ്യം പഠിക്കാം. Holonomic constraints, if the condition of the constraints are expressible in the form of some linear equations of position, coordinate, and time, that is, f of r1, r2, rn, etc., t is equal to 0, the constraints are called holonomic constraint. Holonomic constraints എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൺസ്ട്രെയിന്റിനെ ലീനിയർ ഇക്വേഷന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ ലീനിയർ ഇക്വേഷൻ എന്നുള്ള വാക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കൺസ്ട്രെയിന്റിനെയാണ് ലീനിയർ ഇക്വേഷൻ ഓഫ് മോഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ്. ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് എന്ത്, ഹോളോനോമിക് കൺസ്ട്രെയിൻ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് r1, r2, etc. Rn, t is equal to 0. ഈക്വൽ ടു വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോളോനോമിക് കൺസ്ട്രെയിൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് the holonomic constraints are expressed as an algebraic equation involving coordinates. അതായത് നമുക്ക് അതിനെ ആൽജിബ്രൈക് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എഫ് ഓഫ് r1, r2, etc. rn, t is equal to 0 എന്ന ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റ് റെഡ്യൂസസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൈ 1. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് ഒന്ന് കുറയ്ക്കാൻ, ഈ ഹോളോനോമിക് കൺസ്ട്രെയിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്ന് കുറയ്ക്കും നമ്മുടെ മോഷനിൽ. ഓക്കെ, നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിച്ചില്ലേ, അതിൽ ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ് വരുന്നതെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൈ 1. നെക്സ്റ്റ് വൺ, വെലോസിറ്റി ഇൻഡിപെൻഡന്റ്. വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. ഹോളോനോമിക് കൺസ്ട്രെയിന് വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. അടുത്തത് ഇന്റഗ്രബിൾ. ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആർ ഇന്റഗ്രബിൾ. ഈച്ച് കോർഡിനേറ്റ് ക്യാൻ വേരി ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദി അതർ. ഹോളോനോമിക് കൺസ്ട്രെയിൻസിൽ നമുക്ക് കോർഡിനേറ്റ് ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക, r θ φ ഇല്ലെങ്കിൽ r5z അങ്ങനെ എന്തെങ്കിലും ഒരു കോർഡിനേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ r θ φ ആണെങ്കിൽ ആറിന്റെ ചേഞ്ച് തീറ്റയും ഫൈയെയും ബാധിക്കില്ല, തീറ്റയുടെ ചേഞ്ച് ആറിനെയും ഫൈയെയും ബാധിക്കില്ല. അതുപോലെ ഫൈ ചേഞ്ച് ചെയ്താൽ ആറും തീറ്റയും മാറില്ല. ഓരോ കോർഡിനേറ്റും മറ്റൊന്നിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, മറ്റൊന്നിനെ ബാധിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അതാണ് ഹോളോനോമിക് കൺസ്ട്രെയിന്റിന്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോളോനോമിക് കൺസ്ട്രെയിൻസിനെ നമുക്ക് ആൽജിബ്രൈക് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ
അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 റെഡ്യൂസ് ചെയ്യും, 1 കുറയ്ക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 കുറയ്ക്കും. അതുപോലെ വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്, വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്, ഇന്റഗ്രബിൾ ആണ്. അതുപോലെ ഓരോ കോർഡിനേറ്റും അതിനെ മറ്റൊന്നിനെ ബാധിക്കാത്ത രീതിയിൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, വേരി ചെയ്യുന്നത്. ഇതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. എക്സാമ്പിൾ ഒന്നാമത്തെ പറയുന്നത് റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഹോളോനോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. എന്താണ്? റിജിഡ് ബോഡി ഹോളോനോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് വൺ എന്താണ്? സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോളോനോമിക് കൺസ്ട്രെയിന്റ്. മൂന്നാമത്തത് പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ ആൻ XY പ്ലെയിൻ, Z equal to 0. പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ ആൻ XY പ്ലെയിൻ, Z equal to 0. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കൂ കേട്ടോ, ഓരോരുത്തരെ വിളിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പൊ പറയുമ്പോ തന്നെ പഠിച്ചു പോവുക. അതിനു വേണ്ടിയിട്ടാണ് 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് പറയണത്. ഓക്കെ, സോ എക്സാമ്പിൾസ്: റിജിഡ് ബോഡി, സിമ്പിൾ പെൻഡുലം, പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ ആൻ XY പ്ലെയിൻ, Z equal to 0. പ്ലെയിനിലാവുമ്പോൾ നമുക്ക് 2 ആക്സിസ് അല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ആക്സിസ് 0 ആയിപ്പോ. ഇത്രയും കാര്യങ്ങളാണ് ഹോളോനോമിക് കൺസ്ട്രെയിൻസിൽ ഉള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആണ്. Okay, non-holonomic constraints. If the condition of the ഹലോ ഹലോ യെസ് മാം. കേക്കുണ്ടോ? ഇപ്പോ കേൾക്കാം എപ്പോഴാ മാഡം. എപ്പോഴാ പോയത്? മാം ഏത് നോൺ പോയിന്റ് എത്തി? ഏ
നോൺ ഹോളോണോമിക് സ്റ്റാർട്ട് ചെയ്തപ്പോ. ഓക്കെ ഓക്കെ, അപ്പൊ പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഒന്നുകൂടെ ഷെയർ ചെയ്യാം, ഒരു സെക്കൻഡ്. ഓക്കെ, നോൺ ഹോളോണമിക് കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇൻഇക്വാലിറ്റീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഇൻഇക്വാലിറ്റീസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ്. ഇഫ് ദ കണ്ടീഷൻ ഓഫ് ദ കൺസ്ട്രെയിൻ ആർ എക്സ്പ്രസിബിൾ ഇൻ ദ ഫോം ഓഫ് സം ഇൻഇക്വാലിറ്റീസ്, ദാറ്റ് ഈസ് എഫ് ഓഫ് R1 R2 എക്സെട്ര Rn കോമ T ഈസ് നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അത് പറഞ്ഞോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് വരും, ഹോളോണോമിക് കൺസ്ട്രെയിൻ ആയിട്ട് വരും. ആൾജിബ്രായിക് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഹോളോണോമിക് കൺസ്ട്രെയിൻ ആയിട്ട് വരും. പക്ഷെ ഇൻഇക്വാലിറ്റീസ് ഇല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷൻ ഫോമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറ്റും, അത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആയിട്ട് മാറും. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇനി നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ പോലെ തന്നെ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ പ്രോപ്പർട്ടീസും പറയാണ്. പ്രോപ്പർട്ടീസ്: the non-holonomic constraints can be expressed as an inequality. Non-holonomic constraintsനെ നമുക്ക് ഒരു inequality ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. It does not reduce the degrees of freedom. അതൊരിക്കലും എന്ത് ചെയ്യില്ല, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെഡ്യൂസ് ചെയ്യില്ല. Okay, it does not reduce the degrees of freedom. And third one, it is velocity dependent. Velocity dependent ആണ്. വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. വെലോസിറ്റി ഡിപ്പെൻഡന്റ്. അടുത്തത് നോട്ട് ഇന്റഗ്രബിൾ. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ഇന്റഗ്രബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇന്റഗ്രബിൾ. ഈച്ച് കോർഡിനേറ്റ് കാൺ വേരി ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ. ഓരോ കോർഡിനേറ്റും മറ്റൊന്നിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ഒരു കോർഡിനേറ്റ് മാറിയ ആ മാറ്റം മറ്റുള്ള കോർഡിനേറ്റിനെയും ബാധിക്കും. ദേ കാൺ വേരി ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ. അപ്പൊ മറ്റൊന്നിനെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ഒരു കോർഡിനേറ്റ് മാറുക. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കോർഡിനേറ്റ് മാറിയ മറ്റു കോർഡിനേറ്റുകളെ ബാധിക്കാത്തത് ഹോളോണോമിക് കൺസ്ട്രെയിനുകളിലാണ്. ഓക്കെ, അപ്പൊ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇൻഇക്വാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് R1 R2 എക്സെട്ര Rn കോമ T ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കൺസ്ട്രെയിൻ നമ്മൾ ഇൻഇക്വാലിറ്റിയുടെ ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കുറയ്ക്കില്ല. നമ്മളുടെ ഹോളോണോമിക് കൺസ്ട്രെയിനിലാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്ന് കുറയ്ക്കും. വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും, കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വെലോസിറ്റി ഡിപ്പെൻഡന്റ് പറയുമ്പോൾ നമ്മൾ നേരെ ഹോളോണോമിക് കൺസ്ട്രെയിനിൽ വരും. നോൺ ഹോളോണോമിക്കിലാണ് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. വെലോസിറ്റി ഡിപ്പെൻഡന്റ് നോൺ ഹോളോണോമിക്, അത് ഇപ്പോഴേ ഉറപ്പിച്ചു പോകുക കേട്ടോ, ഇല്ലെങ്കിൽ മാറിപ്പോകും. നോട്ട് ഇന്റഗ്രബിൾ. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് നോട്ട് ഇന്റഗ്രബിൾ ആണ്. ഈച്ച് കോർഡിനേറ്റ് കാൺ വേരി ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ. ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, വേരി ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇനി നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ എക്സാമ്പിൾസിലേക്ക് പോവാം കേട്ടോ. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ ക്യൂബിക് ബോക്സ്. ഒരു ക്യൂബിക് ബോക്സിനകത്തുള്ള ഗ്യാസ്, നമുക്കറിയാം ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ടു മൂവ് ആണ്. അതിലെ പാർട്ടിക്കിൾസ് ഈസി ആയിട്ട്
മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ക്യൂബിക് ബോക്സിനകത്ത് ഒരു പാർട്ടിക്കിളിന് ഈ പൊസിഷൻ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു റിജിഡ് ബോഡിയിലെ പൊസിഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന പോലെ ഒരിക്കലും ഗ്യാസ് മോളിക്യൂൾസിലെ പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് പൊസിഷനിലായിരിക്കില്ല. സോ അത് എന്താണ്? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. ഡിസ്ക് റോളിംഗ് ഓൺ എ പ്ലെയിൻ വിത്തൗട്ട് സ്ലിപ്പിംഗ് ആവാതെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്കിനെ നമ്മൾ എന്ത് പറയും? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ് ആണെന്ന് പറയും. അടുത്തത് പെൻഡുലം ബോബ് ഓൺ എ ഫ്ലെക്സിബിൾ സ്ട്രിംഗ്. പെൻഡുലം ബോബ് ഓൺ എ ഫ്ലെക്സിബിൾ സ്ട്രിംഗ് അല്ലെങ്കിൽ എക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ് പെൻഡുലം എന്നൊക്കെ രീതിയിൽ മാറ്റി മാറ്റി വരാം കേട്ടോ. സ്പ്രിംഗ് പെൻഡുലം ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ആ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, നമ്മൾക്ക് വേരിയബിൾ ലെങ്ത് ആണ്. ഓക്കെ, പെൻഡുലം ബോബ് ഓൺ എ ഫ്ലെക്സിബിൾ സ്ട്രിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. പാർട്ടിക്കിൾ കെപ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ. ഒരു പാർട്ടിക്കിൾ നമ്മളായിട്ട് സർഫസിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? പാർട്ടിക്കിൾ കെപ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ. സ്ഫിയറിന് മേലെ വെക്കുന്ന പാർട്ടിക്കിൾ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുക കൺസ്ട്രെയിന്റിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഹോളോണോമിക് കൺസ്ട്രെയിന്റ്, അടുത്തത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ്. ഹോളോണോമിക് കൺസ്ട്രെയിന്റിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. ഇൻഇക്വാലിറ്റീസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രെയിന്റ് ഏതാണ്? നോൺ ഹോളോണോമിക്. സ്പ്രിംഗ് പെൻഡുലം ഏത് കൺസ്ട്രെയിന്റ് ആയിട്ട് വരും? സ്പ്രിംഗ് പെൻഡുലം തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. സ്പ്രിംഗ് പെൻഡുലം നോൺ ഹോളോണോമിക്കിന് എക്സാമ്പിൾ ആണ്. കാരണം അതിന്റെ സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിരിക്കും. സിമ്പിൾ പെൻഡുലം ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഹോളോണോമിക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആക്കി പോവുക, മാറിപ്പോകരുത് കേട്ടോ. എക്സാമ്പിൾസ് ആണെങ്കിലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. MSc ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ VHSCയിലും ചോദിച്ചിട്ടുണ്ട്, HSSTയിലും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിൽ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിന്റിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് സ്ക്ലീറോണോമിക്കും റിയോണോമിക്കും. ഓക്കെ, ആദ്യം കൺസ്ട്രെയിനെ രണ്ടാക്കി തിരിച്ചു, ഹോളോണോമിക്കും നോൺ ഹോളോണോമിക്കും. ഹോളോണോമിക് കൺസ്ട്രെയിനെ വീണ്ടും രണ്ടാക്കി തിരിക്കുകയാണ്, സ്ക്ലീറോണോമിക്കും റിയോണോമിക്കും. അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാല്, constraint relations does not explicitly depend on time. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കൺസ്ട്രെയിന്റ് ആണ് ആര്? സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കൺസ്ട്രെയിന്റ് ആണ് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്ട്രെയിന്റ് ആണ് റിയോണോമിക് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. സോ ടൈം ഇൻഡിപെൻഡന്റ് ആണ് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റില്. റിയോണോമിക് കൺസ്ട്രെയിന്റില് ടൈം ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ വരും? ടൈം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ f of R1, R2, etc. Rn is equal to 0. അതാണ് ഇക്വേഷൻ, സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റ് ഇക്വേഷൻ വരിക. ടൈം ഡിപ്പെൻഡന്റ് ആണെങ്കിൽ f of R1, R2, etc. Rn, t is equal to 0. അവിടെ ടൈമിന്റെ ടേം ഉണ്ടാവും. ടൈം ഡിപ്പെൻഡന്റ് കൺസ്ട്രെയിന്റ് ആണ് റിയോണോമിക് കൺസ്ട്രെയിന്റ്. ഇനി അവരുടെ എക്സാമ്പിള്, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റിന്റെ എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തത് സിമ്പിൾ പെൻഡുലം, റിജിഡ് ബോഡി, പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ ലെങ്ത്, ഗ്യാസ് ഫിൽഡ് ഹോളോസ്ഫിയർ. ഒരു ഹോളോസ്ഫിയറിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണെന്ന് പറയും. അപ്പോൾ സിമ്പിൾ പെൻഡുലവും റിജിഡ് ബോഡി, പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ ലെങ്ത്, ഗ്യാസ് ഫിൽഡ് ഹോളോസ്ഫിയർ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സ്ക്ലീറോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ റിജിഡ് ബോഡി ഹോളോണോമിക്കിലാണോ പറഞ്ഞത്, നോൺ ഹോളോണോമിക്കിലാണോ പറഞ്ഞത്?
ഹോളോണോമി. ഹോളോണോമിക്കിലാണ് പറഞ്ഞത്. അപ്പൊ ഹോളോണോമിക്കിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ ആണ്. സ്ക്ലീറോണോമസിലാണ് ആര് വരുന്നത്? റിജിഡ് ബോഡി, സിമ്പിൾ പെൻഡുലം, പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ ലെങ്ത്, ഗ്യാസ് ഫിൽഡ്, ഹോളോസ്ഫിയർ. ഇനി റിയോണോമിക് കൺസ്ട്രെയിനിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് പെൻഡുലം ഫിറ്റഡ് ഇൻ എ ലിഫ്റ്റ് ആൻഡ് ഇറ്റ്സ് പോയിന്റ് ഓഫ് സപ്പോർട്ട് ഈസ് മൂവിങ്. അതായത് നമ്മൾ ഒരു ലിഫ്റ്റിൽ ഒരു പെൻഡുലം വെച്ചിട്ടുണ്ട്. ആ പെൻഡുലം ആ ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിലേറ്റീവായി ടൈം ഫാക്ടർ വന്നു. അപ്പൊ ആ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് റിയോണോമിക് കൺസ്ട്രെയിന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഡീഫോമബിൾ ബോഡീസ്. റിജിഡ് ബോഡി സ്ക്ലീറോണോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിൾ ആണെങ്കിൽ റിയോണോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിൾ ആണ് ഡീഫോമബിൾ ബോഡീസ്. ഒരു അതിന്റെ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും? മാറാൻ പറ്റും. അതായത് ഇപ്പൊ ക്ലേ പോലെയുള്ള പാർട്ടിക്കിൾസോ ഇല്ലെങ്കിൽ സ്ലൈം പോലെയുള്ളതോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ഡീഫോമബിൾ ബോഡീസ് ആണ്. അത് റിയോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. പെൻഡുലം വിത്ത് വേരിയബിൾ ലെങ്ത്, അതായത് വേരിയബിൾ ലെങ്ത് ഉള്ള സ്പ്രിംഗ് പെൻഡുലം പോലെയുള്ള അതിന്റെ ടൈമിനനുസരിച്ചിട്ട് അതിന്റെ ലെങ്ത്തിന് വേരിയേഷൻ വരികയാണെങ്കിൽ അത് റിയോണോമിക് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്. അടുത്തതെന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് ഗ്യാസ് ഫിൽഡ് കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ കണ്ടെയ്നർ എക്സ്പാൻഡിങ്ങും കോൺട്രാക്ടിങ്ങും ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് റിയോണോമിക് കൺസ്ട്രെയിന്റ് ആണെന്ന് പറയും. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള 4 ടൈപ്പ് കൺസ്ട്രെയിൻ നമ്മൾ പഠിച്ചത്. ഇനി ഒരു 4 ടൈപ്പും കൂടിയുണ്ട്. അപ്പോൾ ക്ലിയർ ആക്കി പോവുക. ഒന്നാമത്തെ കൺസ്ട്രെയിൻ നമ്മൾ 2 പാർട്ടാക്കി തിരിച്ചു. ഹോളോണോമിക് കൺസ്ട്രെയിൻ, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ. അടുത്തതെന്ന് പറയുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിനെ വീണ്ടും 2 ആക്കി തിരിക്കുകയാണ്. സ്ക്ലീറോണോമിക് കൺസ്ട്രെയിനും മറ്റേതാ? റിയോണോമിക് കൺസ്ട്രെയിനും. ഈ 4 എണ്ണമാണ് മേജർ ആയിട്ട് ഈ 2 എക്സാമിലും ചോദിച്ച് കണ്ടിട്ടുള്ളതും വന്നിട്ടുള്ളതും. ഇനി 4 ടൈപ്പും കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് പറയാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ്. ഡ്യൂറിങ് കൺസ്ട്രെയിൻ മോഷൻ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് കൺസേർവ്. കൺസർവേറ്റീവ് മോഷനിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, കൺസ്ട്രെയിൻ മോഷനിൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം കൺസേർവ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കൺസർവേറ്റീവ് കൺസ്ട്രെയിൻഡ് ആയിരിക്കും. അതിന് വർക്ക് ഉണ്ടാവില്ല. കൺസ്ട്രെയിൻ ഫോഴ്സ് ഡു നോട്ട് ഡു എനി വർക്ക്. ഒരു വർക്കും കൺസ്ട്രെയിൻ ഫോഴ്സ് ചെയ്യില്ല കൺസർവേറ്റീവ് കൺസ്ട്രെയിന്റെ കേസിലാണെങ്കിൽ. അടുത്തത് ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് ആണ്. ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവും, എനർജി ലോസ് ഉണ്ടാവും. During constrained motion, the total mechanical energy of the system is not conserved. Mechanical energy conserved അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കൺസ്ട്രെയിന്റ് ആണ് എന്തെന്ന് പറയണത്? ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് എന്ന് പറയണത്. ഓക്കെ, അവിടെ എന്ത് സംഭവിക്കും? കൺസ്ട്രെയിന്റ് ഫോഴ്സ് വർക്ക് ചെയ്യും. കൺസ്ട്രെയിന്റ് ഫോഴ്സ് വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നത്. സോ അത് ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ എനർജി ലോസ് ഇല്ല. എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ കൺസർവേറ്റീവ് കൺസ്ട്രെയിന്റും, എനർജി ലോസ് ഉണ്ടെങ്കിൽ അത് ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റും ആണ്. ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് മാത്രമാണ് എന്ത് ചെയ്യണത്? കൺസർവേറ്റീവ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആള്. നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസർവേറ്റീവ് ഫോഴ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് കാര്യം പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യും. ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റ് വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി കൺസർവേറ്റീവ് കൺസ്ട്രെയിന്റെയും ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റെയും എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് കൺസർവേറ്റീവ് കൺസ്ട്രെയിന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റിജിഡ് ബോഡി, സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ട്, ഗ്യാസ് ഫിൽഡ്, ഹോളോസ്ഫിയർ. ഗ്യാസ് ഫിൽഡ്, ഹോളോസ്ഫിയർ, സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ട് ആൻഡ് റിജിഡ് ബോഡി. അപ്പൊ റിജിഡ് ബോഡി ഏതൊക്കെ കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്? റിജിഡ് ബോഡി ഏതൊക്കെ കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണ്? ഹോളോണോമിക്, സ്ക്ലീറോണോമിക്, അതുപോലെ കൺസർവേറ്റീവ് കൺസ്ട്രെയിന്റ്.
ഈ 3 കൺസ്ട്രെയിനും എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് റിജിഡ് ബോഡി. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക കൺസ്ട്രെയിൻ ഇൻ എ റിജിഡ് ബോഡി ഈസ് ഒന്ന് ഫസ്റ്റ് ഓപ്ഷൻ ഹോളോണോമിക്, നോൺ ഹോളോണോമിക്, ഹോളോണോമിക്, സ്ക്ലിറോണോമിക്, ഹോളോണോമിക്, റിയോണോമിക്, അങ്ങനെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഓപ്ഷൻ കണ്ടാൽ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ കൺസ്ട്രെയിൻ ആണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക നമുക്ക് ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ റിജിഡ് ബോഡിയിലുള്ളത് ഹോളോണോമിക് ആണ്, സ്ക്ലിറോണോമിക് ആണ്, കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. ഇനി ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ഡിഫോംഡ് ബോഡി, സിമ്പിൾ പെൻഡുലം വിത്ത് എക്സ്റ്റെൻസിബിൾ ലെങ്ത്, എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് ഗ്യാസ് ഫിൽഡ് കണ്ടെയ്നർ. ഓക്കെ, അപ്പോ സിമ്പിൾ പെൻഡുലം വിത്ത് എക്സ്റ്റെൻസിബിൾ ലെങ്ത് ഏതൊക്കെ അല്ല ഡിഫോംഡ് ബോഡി, ഡിഫോംഡ് ബോഡി ഏതൊക്കെ കൺസ്ട്രെയിനിന് എക്സാമ്പിൾ ആയിരിക്കും? ഡിഫോമബിൾ ബോഡി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡിഫോംഡ് ബോഡി ഏതൊക്കെ കൺസ്ട്രെയിനിന് എക്സാമ്പിൾ ആയിരിക്കും? റിയോണോമിക്, റിയോണോമിക്, ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിനിന് എക്സാമ്പിൾ ആണ്. ഈ റിയോണോമിക് തന്നെ റിയോണോമിക് ആയതുകൊണ്ട് അത് ഹോളോണോമിക് എന്നും കൂടി നമുക്ക് പറയാം കേട്ടോ. കാരണം ഹോളോണോമിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് സ്ക്ലിറോണോമിക്കും റിയോണോമിക്കും. അതുകൊണ്ട് ഡിഫോംഡ് ബോഡി നമുക്ക് ഹോളോണോമിക്, റിയോണോമിക് ആൻഡ് ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിന്റിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു കൺസ്ട്രെയിനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയതല്ല, പക്ഷെ പേര് മാത്രം പുതിയതാണ്. അത് ബൈലാറ്ററൽ കൺസ്ട്രെയിൻ ആൻഡ് യൂണിലാറ്ററൽ കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ റിലേഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കൺസ്ട്രെയിന്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ബൈലാറ്ററൽ കൺസ്ട്രെയിൻ. ഇക്വേഷൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന വേറൊരു കൺസ്ട്രെയിൻ ഏതായിരുന്നു? പേര് മാറിയിട്ട് ഹോളോണോമിക്. ഹോളോണോമിക് കൺസ്ട്രെയിന്റെ വേറൊരു പേരാണ് ബൈലാറ്ററൽ കൺസ്ട്രെയിൻ. അതിന് എക്സാമ്പിൾ റിജിഡ് ബോഡി, സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ട്. ഓക്കെ, ഇനി യൂണിലാറ്ററൽ കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻ റിലേഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഈക്വാലിറ്റീസ്. ഇൻഈക്വാലിറ്റീസിന്റെ ഫോമിൽ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കൺസ്ട്രെയിൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് പറയും? യൂണിലാറ്ററൽ കൺസ്ട്രെയിൻസ് ആണെന്ന് പറയും. ഓക്കെ, എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് ഗ്യാസ് ഫിൽഡ് കണ്ടെയ്നർ, അതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് ഗ്യാസ് ഫിൽഡ് കണ്ടെയ്നർ. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റെ എല്ലാ എക്സാമ്പിൾസും യൂണിലാറ്ററൽ കൺസ്ട്രെയിനിലും വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കുള്ള 8 ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ്. 8 ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസും വളരെ ക്ലിയർ ആക്കി വെക്കുക. ഫസ്റ്റ് ഒന്നുകൂടെ പറയാം. കൺസ്ട്രെയിൻസ് അതിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഹോളോണോമിക്, നോൺ ഹോളോണോമിക്. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പറഞ്ഞോ. ലീനിയർ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻസിന്റെ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണെങ്കിൽ ഇനീക്വാലിറ്റീസിന്റെ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? സ്ക്ലിറോണോമിക്, റിയോണോമിക്. സ്ക്ലിറോണോമിക് ആൻഡ് റിയോണോമിക്. ഇനി മറ്റ് എനർജിയുടെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് കൺസ്ട്രെയിൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ്, ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസ്. ഇതിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രെയിൻ ഏതാണ്? ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻ ആണ്. ഇനി ഇതല്ലാതെ നമുക്ക് ഹോളോണോമിക്കും നോൺ ഹോളോണോമിക്കിനും നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ കൺസ്ട്രെയിൻസ്. അപ്പൊ ഇതിന്റെ എല്ലാം ഡെഫിനിഷനും അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ എക്സാമ്പിൾസും ഇത് മൂന്നും ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Generalized coordinates are not restricted by any dash. ഏതാ ഒരു ഓപ്ഷൻ? Generalized coordinates are not restricted by any constraints. Constraints ആണ്
അതിലെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ കൺസ്ട്രെയിന്റ് ഇൻ എ റിജിഡ് ബോഡി ഈസ്. ഒരു റിജിഡ് ബോഡിയിലുള്ള കൺസ്ട്രെയിന്റ് ഏതാണ്? ഹോളോണോമിക്. ഹോളോണോമിക് ആണ് റിജിഡ് ബോഡിയിലുള്ള കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് ഡാഷ് കൺസ്ട്രെയിൻസ്, ദ കൺസ്ട്രെയിന്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഇക്വാലിറ്റീസ്. ഇക്വാലിറ്റീസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കൺസ്ട്രെയിന്റ് ഏതാണ്? ഹോളോണോമിക്. ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. വെരി ഗുഡ്. ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇക്വാലിറ്റീസിന്റെ ഫോമിൽ, ഇക്വേഷൻസിന്റെ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെസ്റ്റ് സീരീസ് ആയിട്ട് വരുമ്പോൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ടെസ്റ്റ് ആയി തന്നെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം പഠിച്ചു നിങ്ങളെ അസസ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ടെസ്റ്റ് എടുക്കുന്നതിലൂടെയാണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടന്റ് നമുക്ക് എത്രത്തോളം നമ്മളുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കിട്ടാം. ഓക്കെ, ക്ലിയർ ആണോ? ഇന്നത്തെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.